അപ്പോൾ ബലവാനായ ഒരു ഗ്രഹത്തിൻ്റെ ദശാകാലത്ത് ആ ജാതകന് വ്യാഴത്തിൻ്റേതായിട്ടുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, വ്യാഴം എന്ന് പറയുന്നത് സർവേശ്വരകാരകൻ എന്നാണ് പറയുന്നത്. വ്യാഴത്തിന് ഗുരു എന്നാണ് എഴുതുന്നത്. ഗുരു എന്ന് എഴുതാൻ കാരണം എന്താണ്? ദേവഗുരുവിനെയാണ് ഇവിടെ ഗുരു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാത്വികനായിട്ടുള്ള ഒരു ഗുരു, ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഈ ജാതകന് ഈ വ്യാഴദശാകാലത്തുണ്ടാകും. അതായത് പൊതുവെ നല്ല അനുഭവങ്ങളായിരിക്കും ഈ ജാതകന് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നത്. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഗ്രഹം എവിടെ നിൽക്കുന്നു, ആ ഗ്രഹത്തിന് എത്രമാത്രം ബലമുണ്ട്, അത് നീചനാണോ ഉച്ചനാണോ സ്വക്ഷേത്ര ബലവാനാണോ, അതെയോ ബലം നീചനാകുന്നതിന് തൊട്ട് മുമ്പുള്ള രാശിയിലാണെങ്കിലും ബലമില്ല. മനസ്സിലായി? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രാശിയിൽ വ്യാഴം സ്വക്ഷേത്ര ബലവാനാണ്. ഉച്ചരാശി കഴിഞ്ഞാൽ ഉച്ചരാശിയേക്കാളും കുറച്ച് ബലം കുറവായിരിക്കും, അത്രേ ഉള്ളൂ സ്വക്ഷേത്രത്തിൽ. അത് ഓർക്കുക. ഉച്ചരാശിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ബലമുള്ളത്, അതിനേക്കാളും കുറച്ച് ബലം കുറവ് മാത്രമേ ഉള്ളൂ വ്യാഴത്തിന്. അങ്ങനെയുള്ള രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം സ്വന്തം വീട്ടിലാണ്. അപ്പോൾ വ്യാഴത്തിൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഈ ജാതകന് വ്യാഴദശാകാലത്ത് കൊടുക്കും, അനുഭവപ്പെടും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഒരു ഗ്രഹത്തിൻ്റെ ഒരു ദശാകാലം ആ ജാതകന് ഗുണമാണോ ദോഷമാണോ എന്ന് അറിയുന്നത് ഇങ്ങനെയാണ്. ഇനി വ്യാഴം കഴിഞ്ഞുള്ള ശനിദശയാണ് നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടെ അപഹാരത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ബുധൻ എന്ന് പറയുന്നത് വ്യാഴത്തിന് ശത്രുവാണ് ബുധൻ. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് ബുധൻ്റേതായിട്ട് വ്യാഴം നല്ല സ്ട്രോങ് ആയിട്ട് വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ തരും. ബുധൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊക്കെ കാര്യമായിട്ട് കിട്ടത്തില്ല. അതില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം എന്താണ്? വ്യാഴം ബലവാനായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ. അപ്പോൾ ബുധൻ്റെ കാര്യം നമുക്ക് ഇവിടെ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. വ്യാഴത്തിൻ്റെ ഗുണങ്ങളാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഇൻ കേസ് വ്യാഴത്തിന് ബലമില്ലായിരുന്നു എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ വ്യാഴത്തിന് ബലമില്ലായിരുന്നു, അല്ലെങ്കിൽ മോശമായ അവസ്ഥയിലാണ് വ്യാഴം നിന്നിരുന്നെങ്കിൽ വ്യാഴദശാകാലം ഈ ജാതകന് വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാത്തിനും ഒരു ഈശ്വരാധീനം കൊണ്ട് മുമ്പോട്ട് പോകും. വ്യാഴദശാകാലത്തുള്ള ഇതാണത്. വ്യാഴം മോശമായി പോയാലും എല്ലാ കാര്യങ്ങളും ഒരു ഈശ്വരാധീനം ഉണ്ടാകുമെങ്കിലും വലിയ മെച്ചവും വലിയ ഉയർച്ചയും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. എല്ലാം ഇങ്ങനെ ഒരു ബിലോ ആവറേജ് ലെവലിൽ എല്ലാ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നടന്നു പോകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ വ്യാഴം മോശമാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളതാണ് ഈ പറഞ്ഞ പരിഹാര കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഒന്ന്, വ്യാഴത്തിൻ്റെ ലോഹങ്ങൾ ആഭരണങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വ്യാഴത്തിൻ്റെ ലോഹങ്ങൾ ആഭരണങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വ്യാഴത്തിൻ്റെ രത്നങ്ങൾ നമുക്ക് ധരിക്കാം. പിന്നെ വ്യാഴത്തിൻ്റെ ദേവത ഏതാണ്? മഹാവിഷ്ണു. അത് തന്നെ. വ്യാഴത്തിൻ്റെ ദേവത മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിൻ്റെ നാമസങ്കീർത്തനങ്ങളാകാം, മന്ത്രജപങ്ങളാകാം, വിഷ്ണു സഹസ്രനാമമാകാം, പിന്നെ വഴിപാടുകളാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വ്യാഴദശയിൽ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ആ കുറച്ച് മോശമായ സമയം ഒരു 20 to 30% നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അത്രയൊക്കെ പറ്റത്തുള്ളൂ. അത്രയും മതി. ഒരു 20 to 30% ഏത് ദശാകാലത്തും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ അല്ലലും അലച്ചിലും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ ദശ നോക്കേണ്ടത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? സ്വന്തമായിട്ടുള്ള ജാതകം എടുക്കുക. ഈ പറഞ്ഞ വെബ്സൈറ്റ് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് ഫോണിൻ്റെ അകത്താണല്ലോ, ക്ലിക്ക് ചെയ്ത് കഴിയുക. എന്നിട്ട് അതിൻ്റെ വർഷം, സമയം, ഡേറ്റ്
പിന്നെ ജനിച്ച സ്ഥലം അതിടുക. അപ്പോൾ ഗ്രഹനില കിട്ടും. താഴോട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇത് കിട്ടും. അത് രാശിചക്രം കിട്ടും, ഗ്രഹനില കിട്ടും. അപ്പോൾ അത് നോക്കി നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഏത് ദശാകാലമാണ് നമുക്ക് താഴോട്ട് വന്നാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഏത് ദശാകാലമാണ് നമുക്ക് ആ വർഷം നോക്കിയാൽ മതി. ഇങ്ങനെ വർഷം നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇന്ന ദശാകാലമാണ്. ഇനി ഇപ്പോൾ ശനിദശയാണ് എന്ന് വിചാരിക്കുക. ശനിദശ ആണ് എങ്കിൽ എന്താണ് ഇങ്ങനെ നോക്കും. പിന്നെ നമ്മൾ മുകളിലേക്ക് പോകുക. മുകളിലേക്ക് പോയി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നോക്കുക. ശനി എവിടെയാണ് നിൽക്കുന്നത് നോക്കുക. ഇതാണ് ശനി. മാന്നിയല്ല, മന്ദൻ എന്നാണ് ശനിയെ വിളിക്കുന്നത്. എന്നുവെച്ചാൽ മന്ദമായിട്ട് സഞ്ചരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാര്യം ശനിയുടെ ഭ്രമണപഥം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. അതുകൊണ്ട് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം 32 വർഷം കൊണ്ടാണ് ശനി ഒരു പ്രദക്ഷിണം വെക്കുന്നത് സൂര്യനെ. അതുകൊണ്ടാണ് മന്ദൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ശനിക്ക് ബലമുണ്ടോ എന്നാണ് നമുക്ക് അപ്പോഴും നോക്കേണ്ടത്. ശനിക്ക് ബലമുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളാണ്. ശനിക്ക് ബലമുണ്ടെങ്കിൽ ശനിദശാകാലം അത്ര മോശമായിരിക്കത്തില്ല. പിന്നെ എങ്കിലും ശനി എന്താണ് രോഗകാരകനാണെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ? രോഗകാരകനാകുന്നതുകൊണ്ട് ചെറിയ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരു കംപ്ലീറ്റ് ഹെൽത്തി ആയിട്ടുള്ളൊരു അവസ്ഥയായിരിക്കത്തില്ല. ഇപ്പോൾ ചെറിയ 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 അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഓർത്ത് വെക്കുക. അതല്ലാണ്ട് അപ്പോൾ ശനിക്ക് വേറൊരു ഗുണമുള്ളത് എന്താണ്? കർമ്മകാരകനാണ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കർമ്മകാരകനാണ്. അതായത് ജോലി കിട്ടാനൊന്നും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ജോലി ചെയ്യാനുള്ള ചെറിയൊർക്ക് ഉന്മേഷം കാര്യങ്ങളെല്ലാം ഉണ്ടാകും. എങ്ങനെ? എപ്പോൾ? ഈ പറഞ്ഞ ശനിക്ക് ബലമുണ്ടെങ്കിൽ. അതാണ് അവിടുത്തെ പോയിന്റ്. അപ്പോൾ ഇവിടെ ശനിക്ക് ബലമുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോൾ ശനിയുടെ സ്വക്ഷേത്ര ആദ്യം നോക്കേണ്ടത് സ്വക്ഷേത്ര ബലവാനാണോ എന്നാണ് നോക്കേണ്ടത്. ശനിയുടെ സ്വന്തം ക്ഷേത്രങ്ങൾ ഇത് രണ്ടുമാണ്. ഏതൊക്കെ? 10 ഇവിടെ 10 എന്ന് എഴുതിയിരിക്കുന്നതും 11 എന്ന് എഴുതിയിരിക്കുന്ന 2 ക്ഷേത്രങ്ങളാണ് ശനിയുടെ ക്ഷേത്രങ്ങൾ. ഇവിടെ രണ്ടുമല്ല ശനി നിൽക്കുന്നത്. അപ്പോൾ ശനി സ്വക്ഷേത്ര ബലവാൻ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ നോക്കേണ്ടത് ശനി ഉച്ചക്ഷേത്രത്തിലാണോ, അതായത് ഏറ്റവും ബലമുള്ള സ്ഥലത്താണോ ശനി നിൽക്കുന്നത്. അതെങ്ങനെ മനസ്സിലാക്കും? ഇവിടെ നോക്കിക്കേ, ശനിയുടെ സ്വക്ഷേത്രങ്ങളാണ് ഇത് രണ്ടും. മകരം, കുംഭം. ഇവിടെ അല്ല ശനി നിൽക്കുന്നത്. ശനി നമുക്ക് ഇവിടെ ജാതകത്തിൽ 1 എഴുതിയ സ്ഥലത്താണ് ശനി നിൽക്കുന്നത്. ഇപ്പോൾ ശനി ഇവിടെ അല്ലാതെ മനസ്സിലായി, ഇവിടെ അല്ലാതെ മനസ്സിലായി. ഇനി ശനിയുടെ ഉച്ചക്ഷേത്രം, അതായത് ഏറ്റവും ബലമുള്ള ക്ഷേത്രം എവിടെയാണ്? ശനിയുടെ ഏറ്റവും ബലമുള്ളത് എവിടെയാണ്? അതെ, അതായത് തുലാത്തിലാണ്. തുലാം രാശിയിലാണ് ശനിക്ക് ഏറ്റവും കൂടുതൽ ബലമുള്ളത്. അപ്പോൾ അവിടെ അല്ല നിൽക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാം എന്താണ്? നീചക്ഷേത്രം നോക്കാം. നീചക്ഷേത്രത്തിലാണോ എന്ന് നോക്കാം. ശനി എവിടെയാണ് നിൽക്കുന്നത്? ശനിയുടെ നീചക്ഷേത്രമാണ് മേടം എന്ന് പറയുന്നത്. ഏറ്റവും 0 ബലമുള്ള സ്ഥലമാണ് ശനിക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ ശനിയുടെ നീചക്ഷേത്രമാണ് ഏത്? മേടം. ഇനി മേടത്തിലാണോ ജാതകൻ്റെ ഗ്രഹനിലയിൽ നിൽക്കുന്നത്? ഉണ്ടോ? മേടത്തിലാണ്. അതായത് ശനി നീചസ്ഥനാണ്. ശനിക്ക് ഒട്ടും ബലമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശനിദശാകാലത്ത് ഈ ജാതകന് കുറച്ച് കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നീചത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നീചത്തിൽ വന്നു അയ്യോ രക്ഷയില്ല എന്ന് വിചാരിക്കണ്ട. അതിന് അങ്ങനെ നീചത്തിൽ വന്നു കഴിഞ്ഞാൽ
നമുക്കൊരു യോഗമുണ്ട്, ഒരു രാജയോഗമുണ്ട്. ഗ്രഹം നീചത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ദശാകാലത്ത് ഉച്ചൻ്റെ ഫലം കിട്ടുന്ന ഒരു യോഗമുണ്ട്. നമ്മൾ കേട്ടില്ല, ഗജകേശ്വരി യോഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലോ പേര്. എന്ന് പറഞ്ഞ പോലെ നീചഭംഗ രാജയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. കേട്ടിട്ടുണ്ടോ? നീചഭംഗ രാജയോഗം. ആ നീചത്വത്തെ ഭംഗിച്ചുകൊണ്ട് ഒരു രാജയോഗം ഉണ്ട്. അങ്ങനെയുള്ളൊരു രാജയോഗം ഉണ്ടെങ്കിൽ ആ നീചസ്ഥനായ ശനിയുടെ ദശാകാലത്ത് ഈ ജാതകന് ഒന്ന് താഴോട്ട് പോയിട്ട് ഒറ്റയടിക്ക് മേലിട്ട് ഉയർച്ചയുണ്ടാവും. അതാണ് പറയുന്നത്. ആ ദശാകാലത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതിനുശേഷം വളരെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്ന ഒരു നീചത്തെ ഭംഗിച്ചുകൊണ്ട് ഒരു രാജയോഗം തന്നെ ആ ദശാകാലത്തിൽ ഈ ജാതകനുണ്ടാകും. അപ്പം അതിന് നീചഭംഗ രാജയോഗം എന്ന് പറയുന്ന യോഗം ഉണ്ടെങ്കിൽ, അതാണ് അവിടുത്തെ പോയിന്റ്. അങ്ങനെ യോഗം ഉണ്ടെങ്കിൽ ജാതകന് ശനിദശയിൽ ആ ഗ്രഹം നീചത്തിലാണെങ്കിലും, ശനി എന്നല്ല ഏത് ഗ്രഹമാണെങ്കിലും അത് നീചത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ദശാകാലത്ത് നീചഭംഗ രാജയോഗം ഉണ്ടെങ്കിൽ ആ ജാതകന് നല്ല പുരോഗതി ഉണ്ടാകും. അതെങ്ങനെ അറിയുന്നത്? അതൊരു പോയിൻ്റാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിൽ നോക്കേണ്ടത് ഈ ശനി നിൽക്കുന്ന അല്ലെങ്കിൽ നീചത്തിലായ ഗ്രഹം നിൽക്കുന്ന അല്ലെങ്കിൽ ഈ രാശിയുടെ അധിപൻ ചന്ദ്രൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, തൽക്കാലം അങ്ങനെ പഠിക്കാം. കേന്ദ്രത്തിൽ നമ്മൾ പറയുന്നത് ചന്ദ്രൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ എന്തുണ്ട്? നീചഭംഗ രാജയോഗം ഉണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഈ ജാതകത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ അധിപൻ ആരാണ്? ശനി നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ അധിപൻ ആരാണ്? ശനി നിൽക്കുന്ന ഇവിടാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അധിപൻ ഏതാണ്? ചൊവ്വയാണ്. അത് ഉച്ചനാണ്. ഉച്ചനാകുന്ന ഗ്രഹമാണ് സൂര്യൻ. പക്ഷേ ഇത് ചൊവ്വയുടെ രാശിയാണ് മേടം. മനസ്സിലായോ? സൂര്യൻ എന്ന് പറയുന്നത് ഈ രാശിയിൽ ഉച്ചനാകുന്ന ഗ്രഹമാണ്. ഞാൻ ചോദിച്ചത് ഈ രാശിയുടെ അധിപൻ ചൊവ്വയാണ്. അപ്പോൾ നീചഭംഗമാണെങ്കിൽ ഈ ശനി നിൽക്കുന്നത് ഇവിടാണ്. ഈ നിൽക്കുന്ന രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ആ ചൊവ്വ ചന്ദ്രൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ, ഇവിടെ നോക്കിയേ, ചന്ദ്രൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്, ഉണ്ടോ? അല്ലെങ്കിൽ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ വരാം. കേന്ദ്രം എന്ന് പറയുന്നത് ചന്ദ്രൻ എണ്ണി 4, 7, 10 ഇവിടെ അതൊക്കെ അത് നമുക്ക് പിന്നെ പഠിക്കാം. തൽക്കാലം ഇപ്പോൾ ഇവിടെ ചന്ദ്രനൊപ്പം ഉണ്ടെങ്കിൽ ആ ജാതകന് നീചഭംഗ രാജയോഗമുണ്ട്. അതായത് ശനിദശാകാലത്ത് കുറച്ച് കഷ്ടപ്പാടുകൾ ആദ്യം ഉണ്ടാകും. പക്ഷെ അത് മറികടന്നുകൊണ്ട് പെട്ടെന്നൊരു ഉയർച്ച ഈ ജാതകന് ഉണ്ടാകും.